ഹോർമസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച രണ്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഭാരതീയ നാവികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഭാരതം. UAE-യിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും പരിക്കേറ്റ ഭാരതീയ നാവികർക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കാൻ UAE അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുകയാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഭാരതീയ നാവികൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ദില്ലിയിലെ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാദ് ഹുസൈനെയും മറ്റ് ഇറാനിയൻ നയതന്ത്രജ്ഞരെയും വിളിച്ചു വരുത്തി ഭാരതം പ്രതിഷേധം അറിയിച്ചു. ഒമാന്റെ അതിർത്തികളിൽ നടന്ന ആക്രമണത്തിൽ ഭാരതം ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി കടുത്ത പ്രതിഷേധം അറിയിച്ചത്. സാധാരണക്കാരായ നാവികർക്ക് നേരെയുള്ള അതിക്രമങ്ങളും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളും അംഗീകരിക്കാനാകില്ലെന്ന് ഭാരതം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച UAE-യുടെ MD അൽബഹിയ, MD മൊംബാസ കപ്പലുകളിൽ ജീവനക്കാരായി ഉണ്ടായിരുന്ന 46 പേരിൽ 30 പേരും ഭാരതീയ നാവികരായിരുന്നു. കൊല്ലപ്പെട്ട നാവികൻ അൽബഹി എന്ന ടാങ്കറിലെ ജീവനക്കാരാണ്. മിസൈൽ പതിച്ചതിനെ തുടർന്ന് കപ്പലുകളിൽ വൻ തീപിടുത്തമുണ്ടായെങ്കിലും പിന്നീട് നിയന്ത്രണ വിധേയമാക്കി. അൽബഹിയ കപ്പലിലുണ്ടായിരുന്ന 12 ഭാരതീയരിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൊംബാസ കപ്പലിലുണ്ടായിരുന്ന 18 ഭാരതീയരിൽ 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മരണമടഞ്ഞ നാവികന്റെ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തിയ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. UAE-യിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ കോൺസുലേറ്റും സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും പരിക്കേറ്റ ഭാരതീയരായ നാവികർക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കാൻ UAE അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ജനം, ദുബായ്.